ഒരു കാർ 22 മണിക്കൂർ കൊണ്ട് ഒരു യാത്ര പൂർത്തിയാക്കുന്നു. യാത്രയുടെ ആദ്യ പകുതി 50 km/h വേഗതയിലും മറ്റേ പകുതി 60 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. ആകെ ദൂരം എത്ര? അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് എക്കും ബിക്കും ഇടയിൽ, എയിൽ നിന്ന് ബിയിലേക്കാണ് യാത്ര ചെയ്യണത് വിചാരിക്കുക. ഇവിടെ പറയണത് യാത്രയുടെ ആദ്യ പകുതി അടുത്ത പകുതി. അപ്പോൾ നമ്മളിത് പകുതി അടയാളപ്പെടുത്തി വെച്ചു. അവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ദൂരം ഒ, ഇവിടെ ഈ ഭാഗം ഒ എന്നെടുത്തിട്ട് ഇതാണ് പകുതി, ആദ്യ പകുതി. ഇത് അടുത്ത പകുതി. ഇവിടെ എന്താ പറയണത്? ആദ്യ പകുതിയിൽ 50 km/h. അപ്പോൾ ഈ സമയത്ത് വേഗത 50 km/h. അടുത്ത പകുതി 60. അപ്പോൾ ഈ പകുതിയിൽ 60 km/h. ഇങ്ങനെ വരുമ്പോൾ ഈ പകുതിയും പകുതിയാവുമ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ്. പകുതിയും പകുതിയാവുമ്പോൾ ഈ ഭാഗത്തും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുമ്പോൾ മാത്രം ശരാശരി വേഗത കാണുന്നുള്ള സൂത്രവാക്യമാണിത്. സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുമ്പോൾ മാത്രമേ ഈ സൂത്രവാക്യം എന്തിനു ഉപയോഗിക്കാൻ പാടുള്ളൂ? ആവറേജ് സ്പീഡ് കാണാൻ 2xy/x+y. എക്സും വൈയും ഈ രണ്ട് വേഗതകൾ. അപ്പോൾ 2 × 50 × 60/50 + 60. 2 × 50 × 60/50 60 കൂട്ടിയ 110. നമുക്ക് ഒരു 0 വെട്ടിക്കളയാം. ബാക്കി 2 × 50 100 × 6 600/11. അത് നമുക്ക് വെട്ടിച്ചെടുക്കാൻ പറ്റില്ല, അത്രയും. ഇത് ശരാശരി വേഗതയാണ്, km/h. ഇനി നമുക്ക് ദൂരം കാണാനുള്ള സൂത്രവാക്യം സമയം × വേഗത. നമ്മൾ കാണാൻ പറഞ്ഞത് ആകെ ദൂരമാണ്. സമയം നമുക്ക് തന്നിട്ട് എത്രയാണ്? സമയം 22 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം 22 × വേഗത. അപ്പോൾ കിട്ടി ശരാശരി വേഗത 600/11. 11ഉം 22 പിടിച്ചെടുക്കുമ്പോൾ 2 വരും. 2 × 600 1200 km ഈ സ്ഥലങ്ങൾക്കിടയിലുള്ള ദൂരം.